Hi everyone, welcome all of you to the next class of our professional business skills. And in the last class, we learned about what is professionalism and what are the traits and qualities required for a professional. And next, today we are going to study about professionalism in business. What is the need of professionalism in business? We know that professional behavior that is necessary for the success of a business, whether that is a big organization or small business. How the employee interact or keep the relationship with their customers. That is very important to ensure the company to achieve the company goals and objectives. എങ്ങനെയായിരിക്കണം ഒരാൾ ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്? എപ്പോഴും ഒരു പ്രൊഫഷണൽ ഒരു ബിസിനസ് പ്ലേസിൽ ഹൗ ഹി കീപ്പ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, ആ ജോലി സ്ഥലത്ത് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു, അതുപോലെ ഹൗ വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസമാണ്. അതായത് ബിഹേവിയർ ഇൻ ദ വർക്ക് പ്ലേസ്, ദാറ്റ് ഈസ് പ്രൊഫഷണലിസം. അത് ഡ്രസ്സിലായിരിക്കാം, പെരുമാറ്റത്തിലായിരിക്കാം, എല്ലാ രീതിയിലും എങ്ങനെയാണ് ഒരു പ്രൊഫഷണലായിട്ട് പെരുമാറേണ്ടത്, ദാറ്റ് ഈസ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ നല്ലൊരു പ്രൊഫഷണലിസം, നല്ല വെൽ മാനേർഡ് ഡ്രസ്സ്, വെൽ ബിഹേവിയർ, നല്ല ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഒരു ബിസിനസ്സിലൊരു വ്യക്തി കൊണ്ടുവന്നാൽ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്? ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷസ് proper boundaries. Many managers like enjoyable and vibrant work environment അല്ലേ? പലപ്പോഴും നമുക്ക് ആയാലും താല്പര്യം എങ്ങനെയാണ് നല്ല എൻജോയബിൾ ആയിട്ടുള്ള നല്ല വർക്ക് എൻവയോൺമെൻ്റ് ആയിരിക്കും. പക്ഷെ പ്രൊഫഷണലിസം വരുമ്പോൾ അതും ഉണ്ടായിരിക്കും. എങ്കിലും ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ നമുക്കറിയാം ദർ ഷുഡ് ബി എ ലിമിറ്റ് ഫോർ എവറി ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ബിഹേവിയർ അല്ലേ? നമ്മളൊരാളോട് പെരുമാറുമ്പോൾ ഒരു ലിമിറ്റ് വെച്ച് പെരുമാറുക. അതായത് എത്ര നമ്മൾ എൻജോയബിളും എത്ര ഫ്രീഡം ഉണ്ടെങ്കിലും പ്രൊഫഷണലിസം ഉള്ള സ്ഥലത്ത് ദർ ഷുഡ് ബി എ ലിമിറ്റ്, എല്ലാത്തിനും ഒരു പ്രോപ്പർ ബൗണ്ടറി ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്, എസ്റ്റാബ്ലിഷസ് പ്രോപ്പർ ബൗണ്ടറി, അതായത് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എന്താണ്ടാവുക, ലിമിറ്റ് ഉണ്ടെങ്കിൽ ഹീ ക്യാൻ അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. എപ്പോഴും ഒരു പരിധി വെച്ച് ഡീൽ ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ, എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്. ഒരു പ്രൊഫഷണലായി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രസ് കോഡ്, അതുപോലെ തന്നെ നമ്മുടെ കരിയറിൽ നമ്മുടെ ബിഹേവിയർ എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ വെരി എസെൻഷ്യൽ ഫോർ ദി പേഴ്സണൽ ഗ്രോത്ത് ഇൻ ദ വർക്ക് പ്ലേസ്. അത് അയാളുടെ പേഴ്സണലായിട്ടുള്ളൊരു എന്താ പറയുക, ഗ്രോത്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാനും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും നല്ല ആറ്റിറ്റ്യൂഡും ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വ്യക്തിക്ക് ജോലി സ്ഥലത്ത് മാത്രമല്ല അയാളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കരിയറിലും അത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി. ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. പ്രൊഫഷണലി കമ്പനി മേ റിട്ടേൺ റിപ്പോർട്ട്സ്, ബിസിനസ് പ്ലാൻസ് ആൻഡ് അതർ കറസ്പോണ്ടൻസ് ദാറ്റ് ഹെൽപ്പ് ബിസിനസ് റിമെയിൻ അക്കൗണ്ടബിൾ ഫോർ ദെയർ സർവീസ് അല്ലേ? ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ ആകുമ്പോൾ എന്തുണ്ടായിരിക്കും, അതിനൊരു റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, അതുപോലെ കൃത്യമായ പ്ലാൻസ് ഉണ്ടായിരിക്കും. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാണെങ്കിൽ വെറുതെ ഓറലായിട്ട് പറയില്ല, കൃത്യമായി കറസ്പോണ്ടൻസ് ഇമെയിൽ അയക്കുകയോ മറ്റൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാകുന്ന ഒരു അക്കൗണ്ടബിലിറ്റി, ആരാണ് അയച്ചത്, ആരാണ് ചെയ്തത്, കൃത്യമായി അവരുടെ സർവീസിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നു. പ്രൊഫഷണലായൊരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാത്തിനും റിട്ടേൺ ആയ എവിഡൻസ് ഉണ്ടായിരിക്കും. അല്ലാതെ വെറുതെ വാക്കാൽ ഡീൽസ് ചെയ്യാറില്ല. അപ്പോൾ എന്തിനും ഒരു ചെറിയ ഒരാളൊരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കസ്റ്റമറോട് ഒരു ചെറിയ ഡീലിംഗ് നടത്തുകയാണെങ്കിൽ പോലും അതിന് കൃത്യമായൊരു റിട്ടേൺ എവിഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടബിലിറ്റി നിലനിർത്താൻ സാധിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എസ്റ്റാബ്ലിഷസ് റെസ്പെക്റ്റ്. പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ദാറ്റ് ഗിവ്സ് റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി, ക്ലയൻസ് ആൻഡ് കോവർക്കേഴ്സ് അല്ലേ? ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ഒരു ഗുഡ് ബിഹേവിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹീ ഗെറ്റ് റെസ്പെക്റ്റ് ഫ്രം അതേഴ്സ്, അതുപോലെ ക്ലയൻസിൻ്റെ അടുത്തു നിന്നായാലും കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നായാലും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തു നിന്നായാലും റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മിനിമൈസ് കോൺഫ്ലിക്റ്റ്. എപ്പോഴും കോൺഫ്ലിക്റ്റ് പ്രൊഫഷണലായിട്ട് പോകുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ കോൺഫ്ലിക്റ്റ് കുറവായിരിക്കും. കാരണം എല്ലാവരും അവരുടെ
വർക്ക് കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നല്ലൊരു ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യും. നല്ല ബിഹേവിയർ ഉണ്ടാകുന്നിടത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കോൺഫ്ലിക്റ്റ് കുറയാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രീസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. Professionalism that reduce the stress among the employees, and it help to create healthy environment and help to achieve good job satisfaction. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ദാറ്റ് റെഡ്യൂസ് ദ ടെൻഷൻ ആൻഡ് സ്ട്രെസ് ഓഫ് ദി എംപ്ലോയീസ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കവിടെ ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടും. ദാറ്റ് ക്രിയേറ്റ് ഓർ ഇൻക്രീസ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദി എംപ്ലോയീസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ള പീപ്പിൾസ് ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഒരു പ്രൊഫഷണൽ പ്ലേസിൽ വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അവരവരുടെ ആക്ഷൻസിനായാലും അവരുടെ ഡിസിഷൻസ് എടുക്കാനായാലും ഓരോരുത്തർക്കും കൃത്യമായ ഓരോ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ദർ ഷുഡ് ബി എ റെസ്പോൺസിബിലിറ്റി അല്ലേ. നല്ല പ്രൊഫഷണലായ സ്ഥാപനത്തിൽ എന്താണ് ഓരോരുത്തരുടെയും ടാസ്ക്, ഈച്ച് വൺ ടാസ്ക് ഈസ് അസൈൻഡ് ഇൻ പ്രീ-പ്ലാൻഡ് അസൈൻഡ് ടു ദി വർക്കേഴ്സ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, സമയത്തിന് അവരുടെ വർക്ക് ചെയ്തു തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അത് നല്ലൊരു ഓർഗനൈസേഷണൽ സക്സസ്സിന് സഹായിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പേഴ്സണൽ ഗ്രോത്ത്. പ്രൊഫഷണലിസം നമ്മളൊരു ജോബ് അഡ്വാൻസ്മെൻറ്റിന് മാത്രമല്ല ബട്ട് ഓൾസോ പ്രൊവൈഡ്സ് സം പ്രൈഡ് ആൻഡ് ഡിഗ്നിറ്റി ഇൻ ദി സൊസൈറ്റി ഓൾസോ അല്ലേ. നമുക്ക് ജോലി സ്ഥലത്ത് മാത്രമല്ല നല്ല പ്രൊഫഷണലായി കഴിഞ്ഞാലുള്ള മെച്ചമുണ്ടാവുന്നത്, നമുക്ക് ആ ജോലിയോടൊപ്പം തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഒരു കോൺഫിഡൻ്റ് ആവും കുറച്ചുകൂടി. അതുപോലെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, നമ്മൾ നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്താൽ അവിടെ ഗുഡ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ഗുഡ് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൂടെ ഇമോഷണൽ മെച്യൂരിറ്റി, ഏത് സിറ്റുവേഷനിലും നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെച്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റും. അത് ഒരിക്കലും ജോലി സ്ഥലത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണലിസം ബിസിനസ്സിലുണ്ടായുള്ള ഹെൽപ്പ്. ഫസ്റ്റ് വൺ പേഴ്സണൽ ഗ്രോത്ത്. First one is establishes proper boundaries, then encourages personal improvement, then promote and maintain accountability, establishes respect, minimize conflict, increased job satisfaction and the sense of responsibility, and last one is personal growth. നിങ്ങൾ കൂടെ ടെക്സ്റ്റ് ബുക്കും കൂടി വായിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി പ്രൊഫഷണൽ സ്കിൽസ് റിക്വയർഡ് ഫോർ എ പ്രൊഫഷണൽ. എന്തൊക്കെയാണ് ഒരു വ്യക്തിക്ക് വേണ്ട പ്രൊഫഷണൽ സ്കിൽസ്? മേ ബി ദാറ്റ് സ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ജോബ് പൊസിഷൻ, എഡ്യൂക്കേഷൻ, ഡിഗ്രി അല്ലെ. പല പൊസിഷൻസ് ഉണ്ട് ഒരു ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ചിലരുടെ ജോബ് പൊസിഷനനുസരിച്ച് ആ സ്കിൽസ് വ്യത്യസ്തമായിരിക്കും. എങ്കിലും ഒരു ബിസിനസ് മേഖലയിൽ വേണ്ട കുറച്ച് ബേസിക് സ്കിൽസ് ഉണ്ട്. എന്തൊക്കെയാണത്? ഡീറ്റെയിൽ ആയി പറയുന്നില്ല, നമ്മൾ മുമ്പ് പറഞ്ഞു പോയതാണ്. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ദാറ്റ് ഈസ് ഹൗ ടു ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. ദെൻ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, interpersonal skills, how to deal with others, that is interpersonal skills, organizational skills. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓർഗനൈസേഷണൽ സ്കിൽ, ടൈം മാനേജ്മെൻറ്റ് സ്കിൽ, സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ, ടീം വർക്ക്, വർക്ക് എത്തിക്സ്, ഫ്ലെക്സിബിലിറ്റി. ഈ പോയിൻറ്റ്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് മുമ്പ് നമ്മളിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. അപ്പോൾ അതുതന്നെയാണ് ഇതിലും വരുന്നത്. സോ ദീസ് ആർ ദി പ്രൊഫഷണൽ സ്കിൽസ്. നമ്മൾ പ്രൊഫഷണലിന് വേണ്ട ട്രേഡ്സ് പറഞ്ഞിരുന്നു, അതൊക്കെ തന്നെയാണ് ഇതും. സോ തന്നെയാണ് അതിൻ്റെ പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, ഇൻ്റർപേഴ്സണൽ, ഓർഗനൈസേഷണൽ, ടൈം മാനേജ്മെൻറ്റ് സ്കിൽ, സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ, ടീം വർക്ക്, വർക്ക് എത്തിക്സ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സോഫ്റ്റ് സ്കിൽസ്. എന്താണ് സോഫ്റ്റ് സ്കിൽസ്? സോഫ്റ്റ് സ്കിൽസ് ആർ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇൻഹറൻറ്റ് സോഷ്യൽ ക്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് നീഡഡ് ഫോർ സക്സസ് ഓൺ ദി ജോബ്. അത് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, ഹാർഡ് സ്കിൽസ് ഉണ്ട്. ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ ഒരു മെഷീൻ ഹാൻഡിൽ ചെയ്യുന്നു.
ഇപ്പോൾ ഒരു JCB ഓപ്പറേറ്റ് അത് ഹാർഡ് സ്കില്ലാണ്. അത് നമുക്ക് ആ ജോലിക്ക് മാത്രം. ഇപ്പോൾ ഒരു JCB ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് വേറൊരു മെഷീൻ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല. അതൊരു പർട്ടിക്കുലർ ജോബുമായി ഡിപ്പെൻഡ് ചെയ്തതാണ് ഹാർഡ് സ്കില്ല്. ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഡീൽ ചെയ്യുന്നത് അത് ഹാർഡ് സ്കില്ലാണ്. കമ്പ്യൂട്ടർ നല്ല ടൈപ്പിംഗ് സ്പീഡ് നമുക്കുണ്ട്, ദാറ്റ് ഈസ് ഹാർഡ് സ്കിൽ. അപ്പോൾ അതിനെയാണ് ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, നമുക്ക് പേഴ്സണലി ഉള്ള ചില ക്വാളിറ്റീസാണ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു സിറ്റുവേഷനിൽ ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ, ദെൻ ഹൗ ടു സോൾവ് പ്രോബ്ലംസ്, മറ്റുള്ളവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, മറ്റുള്ളവരോട് നല്ല രീതിയിൽ സോഷ്യൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇൻഹറൻറ്റ് സോഷ്യൽ ക്യൂസ്. പലർക്കും അത് ജന്മന ഉണ്ടായിരിക്കും. ചില ആളുകൾ ഏത് ഗ്രൂപ്പിൽ ചെന്നാലും പെട്ടെന്ന് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനും സംസാരിക്കാനും സാധിക്കുന്നവരുണ്ട്. ഇൻഹറൻറ്റ് സോഷ്യൽ ക്യൂസ് ഉള്ളവരുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദി സക്സസ് ഓഫ് ഇൻ എനി ജോബ്. ഇന്ന് ഏത് മേഖലയിലെ ജോബിനായിക്കോട്ടെ ഇന്ന് സോഫ്റ്റ് സ്കിൽസ് വളരെ അത്യാവശ്യമാണ്. ഒരു ഫാമിലിയിൽ പോലും നമുക്ക് സോഫ്റ്റ് സ്കില്ല് ആവശ്യമാണ്. കാരണം ഒരു രണ്ട് പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാളുടെ ബിഹേവിയർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വന്നു. സോ എപ്പോഴും നമ്മളൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് എങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യണം, മെച്യൂർഡായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യാം, ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കില്ല്. ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ സോഫ്റ്റ് സ്കിൽസ് ദാറ്റ് ക്യാരക്ടറൈസ് ഹൗ എ പേഴ്സൺ ഇൻട്രാക്ട്സ് ഇൻ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഒരു വ്യക്തി മറ്റുള്ളവരോട് എങ്ങനെയാണ് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുന്നത്, ഹൗ ഹി ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്, ദാറ്റ് ഈസ് സോഫ്റ്റ് സ്കിൽസ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഡീലിങ്, അത് കസ്റ്റമേഴ്സിനോടാവാം മറ്റുള്ളവരോടാവാം. അത് വെറും ഒരു ജോലി സ്ഥലത്ത് മാത്രമാവില്ല ഇത് നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്, എല്ലായിടത്തും ഉണ്ടാവും. പലപ്പോഴും ചില ആളുകൾ സംസാരിക്കുമ്പോൾ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന രീതി തന്നെ വളരെയധികം പൊളൈറ്റ് ആയിരിക്കും, താന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സോ ഒരു പേഴ്സൺ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, ദാറ്റ് ഈസ് ക്യാരക്ടറൈസ് ദ സോഫ്റ്റ് സ്കിൽ ഓഫ് എ പേഴ്സൺ. Soft skill that can be defined as, there is a definition for soft skill. Soft skill is defined as a combination of people and social skills, communication and one's own personal traits such as workplace attitude. അപ്പോൾ എന്തൊക്കെ ചേർന്നതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തതാണ്. സോ സോഫ്റ്റ് സ്കിൽ ക്യാൻ ബി ഈസ് എ കോമ്പിനേഷൻ ഓഫ് പീപ്പിൾസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. നമ്മുടെ പേഴ്സണൽ ആവാം, സോഷ്യൽ സ്കില്ലാവാം, നമ്മൾ വ്യക്തിപരമായ സ്കില്ലുകളാവാം, മറ്റുള്ളവരോട് ഇടപഴകാനുള്ള സ്കില്ലുകളാവാം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ നമുക്ക് പേഴ്സണലിലുള്ള കുറേ ട്രേറ്റ്സുകൾ, ജന്മന നമുക്ക് ഒരുപാട് ട്രേറ്റ്സ് ഉണ്ടായിരിക്കും. പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി, ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചില ആളുകൾ നോക്കി നിൽക്കും, പക്ഷേ ചില ആളുകൾ അതിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. അപ്പോൾ ഏത് സിറ്റുവേഷനിലും നമുക്ക് ജന്മന പേഴ്സണലി കുറച്ച് ട്രേറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഒരു സ്ട്രെസ്സായ സിറ്റുവേഷനിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതുപോലെ ഏത് സിറ്റുവേഷനിൽ മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ടായിരിക്കും. ഏത് സിറ്റുവേഷനിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ടാലും നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ആളുകളുണ്ടാകും, ഫ്ലെക്സിബിളായ വ്യക്തികളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പേഴ്സണൽ ട്രെയ്റ്റ്സ് ആണ്. അതെല്ലാം കൂടി ചേർന്നതിനെ നമുക്ക് എന്ത് പറയാം, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ട്രെയ്റ്റ്സ്, സോഷ്യലായിട്ടുള്ള ഹൗ ഹി ബിഹേവ് വിത്ത് അതേഴ്സ്, വർക്ക് പ്ലേസിലുള്ള ആറ്റിറ്റ്യൂഡ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കാര്യമാണ് എന്ത്, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. There are some important soft skills for business success. ടോപ്പ് 10 ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസിൻ്റെ പിക്ചേഴ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ, ദെൻ സെൽഫ് മോട്ടിവേഷൻ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പല മോട്ടിവേഷൻ ക്ലാസ്സുകളും നമ്മൾ കേൾക്കാറുണ്ട്. ഏറ്റവും വേണ്ടത് നമുക്ക് സെൽഫ് മോട്ടിവേഷനാണ്. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക നമുക്ക് എത്തിച്ചേരാനുള്ള സ്ഥലങ്ങളിലേക്ക്. ബാക്കിയുള്ളവർ എത്ര പറഞ്ഞാലും അത് ഒരു ദിവസം നിൽക്കുള്ളൂ. ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ അത് 1-2 ദിവസം നമുക്ക് അവിടെ എത്തണം തോന്നും. സ്വന്തമായ മോട്ടിവേഷൻ, എനിക്ക് അവിടെ എത്തിച്ചേരാൻ നമ്മൾ സ്വന്തം മോട്ടീവ് ഉണ്ടെങ്കിൽ അത് ആരെക്കൊണ്ടും തകർക്കാൻ പറ്റില്ല. നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ചെയ്യുക. അത് പുറത്തുനിന്നുള്ളൊരു മോട്ടിവേഷൻ കൊണ്ട് ഒരു കാര്യമില്ല. സെൽഫ് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് എന്താ പറയുക, പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് സ്കില്ലാണ് സെൽഫ് മോട്ടിവേഷൻ. ലീഡർഷിപ്പ്, റെസ്പോൺസിബിലിറ്റി, ടീം വർക്ക്, പ്രോബ്ലം സോൾവിങ്, ഡിസിസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, എബിലിറ്റി ടു വർക്ക് അണ്ടർ എനി പ്രഷർ സിറ്റുവേഷൻ, ഫ്ലെക്സിബിലിറ്റി, നെഗോഷിയേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കോൺഫ്ലിക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കപ്പാസിറ്റി, കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോഷിയേഷൻ റെസൊല്യൂഷൻ.
അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്, വാട്ട് ആർ ദി പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് വാട്ട് ഈസ് സോഫ്റ്റ് സ്കിൽസ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കും കൂടി വെച്ച് നിങ്ങളിതൊന്ന് വായിക്കുക, അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.